വെൽക്കം ടു ഫോക്കസ് ഏരിയ ക്ലാസ്. ഓർഗാനിക് കെമിസ്ട്രി 2 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഏതാണ്? ഓർഗാനിക് കെമിസ്ട്രി ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. രണ്ടാമത്തെ ചാപ്റ്ററാണ് ഹൈഡ്രോ കാർബൺസ്. ഈ ടോപ്പിക്കിലെ ഒന്നാമത്തെ ക്ലാസ് ആണ്. നമ്മുടെ ഫോക്കസ് ഏരിയ പരിചയപ്പെടാം. 1. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ്. ആൽക്കെയിനുകളെ എങ്ങനെയെല്ലാം നിർമ്മിക്കാം, തയ്യാറാക്കാം. ഒരുപാട് രീതികളുണ്ട്. നമുക്ക് 2 രീതികൾ മാത്രമേ പരിചയപ്പെടാനുള്ളൂ. ഒന്ന് ഏതാണ്? പ്രിപ്പറേഷൻ ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് അതായത് ആൽക്കീൻ, മറ്റൊന്ന് ആൽക്കൈൻ. ഇതിൽ നിന്ന് എങ്ങനെ ആൽക്കേൻ ഉണ്ടാക്കാം? അടുത്തത് എവിടെ നിന്നാണ്? ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ്. ആൽക്കൈൽ ഹാലൈഡ്സ്. ഇതിലും ഒരുപാട് രീതികളുണ്ട്. പക്ഷേ നമുക്ക് ഒരു മെത്തേഡ് മാത്രമേ പഠിക്കാനുള്ളൂ, ഒരു റിയാക്ഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. അതിൻ്റെ പേരാണ് വുഡ്സ് റിയാക്ഷൻ. പിന്നീട് വിശദമായി പറയാം. ഇപ്പോൾ ഒരു ഫോക്കസ് ഏരിയ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ് ആണ്. പ്രിപ്പറേഷൻ ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്, മറ്റൊന്ന് പ്രിപ്പറേഷൻ ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ്. അതിലേതാണ് പഠിക്കാനുള്ളത്? വുഡ്സ് റിയാക്ഷൻ. രണ്ടാമത്തെ ഫോക്കസ് ഏരിയ നോക്കൂ. പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻസ്. ആൽക്കെയിൻസിൻ്റെ പ്രോപ്പർട്ടീസ്. അതിൽ 2 റിയാക്ഷൻ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്ന് ഐസോമറൈസേഷൻ, മറ്റൊന്ന് അരോമാറ്റൈസേഷൻ. അടുത്ത ഫോക്കസ് ഏരിയ പേര് മാത്രം പറയാം, വിശദീകരണം പിന്നീട് നോക്കാം. കോൺഫർമേഷൻ ഓഫ് ആൽക്കെയിൻസ്. CON FOR MATION. കോൺഫർമേഷൻ ഓഫ് ആൽക്കെയിൻസ്. ഇനി അടുത്ത ഫോക്കസ് ഏരിയ ആൽക്കീൻസ്. അതിൻ്റെ പ്രിപ്പറേഷനാണ്. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻസ് എവിടെ നിന്ന്? ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ്. അടുത്ത ഫോക്കസ് ഏരിയ നോക്കൂ. പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻസ്. അതിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്സ്. ഹൈഡ്രജൻ ഹാലൈഡ്സ് ആൽക്കീനുകളിലേക്ക് ചേർക്കുമ്പോൾ എന്ത് റിയാക്ഷനാണ് നടക്കുന്നത്? ഇതാണ്. ഈ ഒരെണ്ണം മാത്രമേ പഠിക്കാനുള്ളൂ. അടുത്ത ഫോക്കസ് ഏരിയ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻസ്. ആൽക്കൈൻസിൻ്റെ പ്രിപ്പറേഷനാണ്. പിന്നെ എന്തായിരിക്കും പഠിക്കാനുണ്ടാവുക? പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കൈൻസ്. അതിൽ 2 റിയാക്ഷൻ മാത്രം. ഒന്ന് അഡീഷൻ ഓഫ് വാട്ടർ. ആൽക്കൈനുകളിലേക്ക് വാട്ടർ ചേർത്താൽ എന്ത് സംഭവിക്കും? മറ്റൊന്ന് സൈക്ലിക് പോളിമറൈസേഷൻ. അതെന്താണെന്ന് പിന്നീട് നോക്കാം. ഓക്കെ. അടുത്ത ഫോക്കസ് ഏരിയ പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ. ബെൻസീൻ എങ്ങനെയെല്ലാം നിർമ്മിക്കാം? 2-3 മെത്തേഡ് ഉണ്ട്, നമുക്ക് നോക്കാം. ലാസ്റ്റ് വൺ, 9ാമത്തെ ഫോക്കസ് ഏരിയ പ്രോപ്പർട്ടീസ് ഓഫ് ബെൻസീൻ. ബെൻസീനിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് നോക്കാം. നമുക്ക് പഠിക്കാനുള്ള റിയാക്ഷൻ നൈട്രേഷനാണ്. ബെൻസീൻ റിങ്ങിൻ്റെ നൈട്രേഷൻ. മറ്റൊന്ന് ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ റിയാക്ഷൻ. ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ റിയാക്ഷൻ. ഇങ്ങനെ 9 ഫോക്കസ് ഏരിയ ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ആൽക്കേൻ, ആൽക്കീൻ, ആൽക്കൈൻ, ബെൻസീൻ. ആൽക്കേൻ, ആൽക്കീൻ, ആൽക്കൈൻ, ബെൻസീൻ. ഇതിൻ്റെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസും. ഇതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആൽക്കീനുകളെ കുറിച്ച് പഠിക്കാനുണ്ട്, ആൽക്കീൻസിനെ കുറിച്ചുണ്ട്, ആൽക്കൈൻസ്, പിന്നെ ബെൻസീൻ, അതിൻ്റെ പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്. ഒരു ഐഡിയ കിട്ടിയല്ലോ.
ഇനി ആദ്യത്തെ ഫോക്കസ് ഏരിയ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഏതാണ് ആദ്യത്തെ ഫോക്കസ് ഏരിയ? പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ്. ആൽക്കെയിൻസ് എങ്ങനെയെല്ലാം നിർമ്മിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കൂ. ഗീവ് ദ മെത്തേഡ്സ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ്. ആൽക്കെയിൻസ് നിർമ്മിക്കാനുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണ്? നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞ 2 മാത്രമേ പറയുന്നു. ഒന്ന്, ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. ഒന്നാമത്തെ മെത്തേഡ് ഇതാണ്, ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫ്രം ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്. ആൽക്കീനുകളിൽ ഡബിൾ ബോണ്ട് ഉണ്ട്, ആൽക്കൈനുകളിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ഈ കാര്യം നമുക്കറിയാം. ഇനി ഇതിന്റെ മെത്തേഡ് എന്താണെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്. ആൽക്കീനുകളിലേക്കും ആൽക്കൈനുകളിലേക്കും നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യും. കാറ്റലിസ്റ്റ് വേണം. നിക്കൽ, പല്ലേഡിയം, പ്ലാറ്റിനം തുടങ്ങിയ കാറ്റലിസ്റ്റുകൾ വേണം. ഈ കാറ്റലിസ്റ്റിന്റെ മേലെ ചെറിയ സുഷിരങ്ങളുണ്ട്, പോർസ് ഉണ്ട്. ഇതിലാണ് ഹൈഡ്രജൻ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ മെറ്റൽ സർഫേസിന്റെ മേലെയാണ് ഹൈഡ്രജൻ ഒളിച്ചിരിക്കുന്നത്. അപ്പൊ ഹൈഡ്രജന് ഒരു സപ്പോർട്ട് വേണം. അപ്പൊ ഹൈഡ്രജൻ ബാർ നിക്കൽ അങ്ങനെയാണ് എഴുതാം. H2 ബാർ നിക്കൽ അല്ലെങ്കിൽ H2 ബാർ പ്ലാറ്റിനം അങ്ങനെയാണ് കാണിക്കുക. വേണമെങ്കിൽ ഒന്ന് എഴുതാം. എഴുതുന്ന രീതി ഒന്ന് പറയാം. ഇതാ നോക്കിക്കോളൂ. H2 ബാർ, H2 എന്ന് എഴുതാം. H2 പിന്നെ ബാർ ഉണ്ടാവും, നിക്കൽ ഇങ്ങനെയാണ് എഴുതാം. H2 ബാർ നിക്കൽ. അപ്പം നിക്കലിൻ്റെ മേലെയാണ് നമ്മുടെ ഹൈഡ്രജൻ ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജനാണ് ചേർക്കുന്നത്, പക്ഷേ കാറ്റലിസ്റ്റ് വേണം. ഇങ്ങനെ ഡബിൾ ബോണ്ടിലേക്കും ട്രിപ്പിൾ ബോണ്ടിലേക്കും ഹൈഡ്രജൻ ചേർത്താൽ നമുക്ക് ആൽക്കെയിൻസ് കിട്ടും. ഈ പ്രോസസ്സിനെ നമ്മൾ ഹൈഡ്രോജിനേഷൻ എന്നാണ് വിളിക്കുന്നത്. ഹൈഡ്രജൻ ചേർക്കുന്നതിനെ നമുക്ക് റിഡക്ഷൻ എന്നും വിളിക്കാം. അപ്പോൾ നോക്കൂ ഇതിൻ്റെ മെത്തേഡ്. ഹൈഡ്രജൻ ഈസ് ആഡഡ് ടു ആൽക്കീൻസ് ഓർ ആൽക്കൈൻസ് ടു ഗെറ്റ് എന്ത് ആൽക്കെയിൻസ്. അപ്പം ആൽക്കീനിലേക്ക് ഹൈഡ്രജൻ ചേർത്താൽ ആൽക്കെയിൻ കിട്ടും. ആൽക്കൈനിലേക്ക് ഹൈഡ്രജൻ ചേർത്താൽ ആൽക്കെയിൻ കിട്ടും. കാറ്റലിസ്റ്റ് യൂസ്ഡ് ആർ. ഏതൊക്കെയാണ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നത്? പ്ലാറ്റിനം, പല്ലേഡിയം ഓർ നിക്കൽ. വളരെ പ്രധാനപ്പെട്ട കാറ്റലിസ്റ്റുകൾ ഇവയാണ്. പ്ലാറ്റിനം ആവാം, പല്ലേഡിയം ആവാം, അല്ലെങ്കിൽ നിക്കൽ ആവാം. ദ പ്രോസസ് ഈസ് നോൺ ആസ് ഹൈഡ്രോജിനേഷൻ. ഈ പ്രോസസ്സിനെ ഹൈഡ്രോജിനേഷൻ എന്നാണ് വിളിക്കുന്നത്. മറ്റൊരു പേരാണ് റിഡക്ഷൻ. ഒരു എക്സാമ്പിൾ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. CH2 ഡബിൾ ബോണ്ട് CH2. ഈ കോമ്പൗണ്ടിന്റെ പേര് നമുക്കറിയാം, ഈഥെയിൻ. എത്തലീൻ എന്നും വിളിക്കും. നെയിമിംഗ് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ. ഇനി റൈറ്റ് സൈഡിൽ നോക്കൂ. CH3 CH3. ഇതിന്റെ പേര് നമുക്കറിയാം, ഈഥെയിൻ. എന്താണ് മാറ്റം സംഭവിച്ചത്? ഈഥീൻ ഈഥെയിനായി മാറിയപ്പോൾ എന്താണ് മാറ്റം? വളരെ എളുപ്പമാണ്. ഡബിൾ ബോണ്ട് പോയി, പകരം സിംഗിൾ ബോണ്ടായി. കണ്ടോ? ഈ ഡബിൾ ബോണ്ട് മായ്ച്ചു, പകരം സിംഗിൾ ബോണ്ട് എഴുതുക. എന്നിട്ടോ ഡബിൾ ബോണ്ടിന്റെ ലെഫ്റ്റ് സൈഡിലേക്കും ഒരു ഹൈഡ്രജൻ ചേർത്തു, റൈറ്റ് സൈഡിലേക്കും ഒരു ഹൈഡ്രജൻ ചേർത്തു. അപ്പം ഹൈഡ്രജൻ ഡബിൾ ബോണ്ടിന്റെ 2 സൈഡിലേക്കും ആഡ് ചെയ്തു. ഏത് കോമ്പൗണ്ട് കിട്ടിയാലും നിങ്ങൾ ഡബിൾ ബോണ്ട് നോക്കിയാൽ മതി. ഡബിൾ ബോണ്ടിന്റെ 2 സൈഡിലേക്കും ഹൈഡ്രജൻ ചേർക്കുക, ആ ഡബിൾ ബോണ്ട് മായ്ച്ച് സിംഗിൾ ബോണ്ട് ആക്കുക. വേറെ ഒരു മാറ്റവും ഇല്ല. വളരെ സിമ്പിളാണ്. ഈഥെയിൻ എന്നുള്ളതിൽ നിന്ന് ഈഥെയിൻ ഉണ്ടാക്കി. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ പല രീതിയിൽ വരും. ഈഥെയിൻ എന്നുള്ളതിൽ നിന്നും ഈഥെയിൻ എങ്ങനെ ഉണ്ടാക്കാം? ഈ റിയാക്ഷനിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണ്? ഈ റിയാക്ഷന്റെ പേരെന്താണ്? ഇങ്ങനെ പല രീതിയിലും ചോദിക്കാം. അല്ലെങ്കിൽ കംപ്ലീറ്റ് ദ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈഥെയിൻ തരില്ല. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് തരും, ഈഥെയിൻ തരില്ല. നിങ്ങൾ അവിടെ ഉത്തരം എഴുതുമ്പോൾ ഈഥെയിൻ എന്ന് എഴുതാം. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് തരുന്നത്. അപ്പം നിങ്ങൾ ഏത് കോമ്പൗണ്ട് കിട്ടിയാലും, ഈഥീനായാലും പ്രൊപ്പീനായാലും ബ്യൂട്ടീനായാലും, നിങ്ങൾ ആ ഡബിൾ ബോണ്ട് മായ്ക്കുക. ഡബിൾ ബോണ്ടിൻ്റെ 2 സൈഡിലേക്കും ഓരോ ഹൈഡ്രജനെയും ചേർത്ത് എഴുതുക. വേറൊന്നും ചെയ്യാനില്ല.
ഇനി പ്രൊപ്പൈൻ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ ഹൈഡ്രജന്റെ എണ്ണം കൂട്ടണം. നോക്കൂ, ഇത് പ്രൊപ്പൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. പ്രൊപ്പ് ബൈ എൻ ഡി, പ്രൊപ്പൈൻ അല്ലേ. ട്രിപ്പിൾ ബോണ്ട് പോയി പകരം എന്തായിട്ട് മാറി? സിംഗിൾ ബോണ്ടായിട്ട് മാറി. സിംഗിൾ ബോണ്ട്. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? ഇവിടേക്ക് 2 ഹൈഡ്രജനെ കൊടുക്കണം. കണ്ടോ, ട്രിപ്പിൾ ബോണ്ടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് 2 ഹൈഡ്രജൻ, ഇവിടെ 2 വന്നു. പിന്നെ റൈറ്റ് സൈഡിലേക്കോ അവിടേക്കും 2 ഹൈഡ്രജനെ കൊടുത്തു, ഇവിടെ 1 ഉണ്ട്. അപ്പോൾ 2 1 3. അപ്പോൾ മൊത്തത്തിൽ 4 ഹൈഡ്രജനെ ചേർക്കണം. 2H2. അപ്പോൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ 2H2 എന്ന് വേണം. കാറ്റലിസ്റ്റ് ഏതാവാം? പ്ലാറ്റിനം ആവാം, പല്ലേഡിയം ആവാം, അല്ലെങ്കിൽ നിക്കൽ ആവാം. ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. പ്ലാറ്റിനം എന്ന് എഴുതാം, അല്ലെങ്കിൽ പല്ലേഡിയം എന്ന് എഴുതാം, അല്ലെങ്കിൽ നിക്കൽ എന്ന് എഴുതാം. എല്ലാം കൂടെ ഒന്നിച്ച് എഴുതണ്ട, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പം ട്രിപ്പിൾ ബോണ്ടിനെ നമുക്ക് സിംഗിൾ ബോണ്ടാക്കി മാറ്റാം. ഡബിൾ ബോണ്ടിനെ നമുക്ക് സിംഗിൾ ബോണ്ടാക്കി മാറ്റാം. അപ്പം ഏത് കോമ്പൗണ്ട് കിട്ടിയാലും നമുക്ക് ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. പ്രൊപ്പീൻ ആണെങ്കിലും പ്രൊപ്പൈൻ ആണെങ്കിലും നമുക്ക് ആൽക്കീനാക്കി മാറ്റാം. ഇതുപോലെയുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ പ്രൊപ്പീൻ ആണെങ്കിലോ, പ്രൊപ്പീൻ ആണെങ്കിൽ പ്രൊപ്പൈൻ കിട്ടും. ബ്യൂട്ടീൻ ആണെങ്കിലോ ബ്യൂട്ടൈൻ കിട്ടും. ഇതേ രീതിയിലാണ്, ഒരു മാറ്റവുമില്ല. ഇപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 2 എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും മാത്രമേ ശ്രദ്ധിക്കേണ്ടൂ. ആ ഡബിൾ ബോണ്ട് മായ്ച്ച് കളയണം അല്ലേ. എന്നിട്ട് ഹൈഡ്രജനെ ഓരോന്ന് വിധം ചേർക്കണം. ചേർക്കാൻ നമുക്കറിയാം, കാർബണിൻ്റെ വാലൻസി 4 വാലൻസി 4 വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതണം. നമ്മൾ ആ നെയിമിംഗ് പഠിച്ചപ്പോൾ നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്, അതായത് ആൽക്കീനിൽ നിന്നും ആൽക്കെയിൻ ഉണ്ടാക്കാം, ആൽക്കൈനിൽ നിന്നും ആൽക്കെയിൻ ഉണ്ടാക്കാം. പ്രൊപ്പൈൻ, ഇതിനെ പ്രൊപ്പൈൻ ആക്കി മാറ്റണം. വളരെ സിമ്പിളാണ്. ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പം ഹൈഡ്രജൻ ചേർത്താൽ ആൽക്കീൻ ആൽക്കെയിനായിട്ട് മാറും. ആൽക്കൈൻ എന്ത് ചെയ്യും? ആൽക്കെയിനായിട്ട് മാറും. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ അല്ലെങ്കിൽ ഹൈഡ്രോജനേഷൻ. അടുത്ത മെത്തേഡ് നോക്കാം. ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ്, ഇവയെ ഹാലോ ആൽക്കെയിൻ എന്നും വിളിക്കാട്ടോ. ഹാലോ ആൽക്കെയിൻ, ഹാലോ ആൽക്കെയിൻ എന്നും വിളിക്കാറുണ്ട്. ഹാലോ ആൽക്കെയിൻ. RX എന്നാണ് ഇതിനെ കാണിക്കാറുള്ളത്. R എന്ന് എഴുതും, X എന്ന് എഴുതും. ഇങ്ങനെയാണ് പൊതുവെ കാണിക്കാറുള്ളത്. ഓക്കെ, ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള വുഡ്സ് റിയാക്ഷൻ ആണ്. വുഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വുഡ്സ് ആൽക്കൈൽ ഹാലൈഡ്സ് സോഡിയവുമായി പ്രവർത്തിക്കും. ആൽക്കൈൽ ഹാലൈഡും സോഡിയവും തമ്മിൽ പ്രവർത്തിക്കും. സോൾവെന്റ് ആയി ഉപയോഗിക്കുന്നത് ഈതറാണ്. ഈതർ, ഡ്രൈ ഈതറാണ്. അതായത് വെള്ളമില്ലാത്ത ഈതർ. വെള്ളമുണ്ടെങ്കിൽ വേറെ റിയാക്ഷൻ നടക്കും. ഡ്രൈ ഈതറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് സോഡിയം നമുക്ക് എന്ത് കിട്ടും? ആൽക്കെയിൻ കിട്ടും. ഹയർ ആൽക്കെയിനാണ്. നമ്മൾ എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡിലെ കാർബണാറ്റത്തിൻ്റെ എണ്ണത്തിനേക്കാൾ കൂടുതലായിരിക്കും ഹയർ ആൽക്കെയിൻ. കിട്ടുന്ന ആൽക്കെയിനിൽ എപ്പോഴും ഈവൻ നമ്പർ ഓഫ് കാർബണാറ്റംസ് ആണ് ഉണ്ടായിരിക്കുക. അതായത് 2, 4, 6, 8, 10, 12 അങ്ങനെ ഇരട്ട സംഖ്യയുള്ള, ഇരട്ട നമ്പറുള്ള ആൽക്കെയിനാണ് നമുക്ക് കിട്ടുന്നത്. കാർബണാറ്റങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയായിരിക്കും. 2 ആയിരിക്കാം, 4 ആയിരിക്കാം, 6 ആയിരിക്കാം, 8 ആയിരിക്കാം. ആ രീതിയിലാണ് വരുന്നത്. ഡെഫിനിഷൻ ഒന്ന് നോക്കാം. വുഡ്സ് റിയാക്ഷൻ. ആൽക്കൈൽ ഹാലൈഡ്സ് ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ gives higher alkanes containing even number of carbon atoms. Containing even number of carbon atoms. അവിടെ എഴുതി മാത്രം. Containing even number of carbon atoms. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡും സോഡിയവും പ്രവർത്തിച്ചാൽ ആൽക്കീൻ കിട്ടും. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് വുഡ്സ് റിയാക്ഷൻ. ഒരു എക്സാമ്പിൾ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. നോക്കൂ, CH3Br ഇതൊരു ആൽക്കൈൽ ഹാലൈഡാണ്. ഹാലജൻ ഉണ്ട്, അതായത് ബ്രോമിൻ. ഫ്ലോറിൻ ആവാം, ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം, അയോഡിൻ ആവാം അല്ലേ. അപ്പോൾ ഇവിടെ ബ്രോമിനാണ്. ഒരു ബ്രോമിനുണ്ട്, പിന്നെ ഒരു CH3. CH3 എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പാണ്. ആൽക്കൈൽ. മീഥേനിൽ നിന്നും കിട്ടുന്ന ഗ്രൂപ്പാണ് മീഥൈൽ.
ഇപ്പം മീഥൈൽ ബ്രോമൈഡ്, ഇതാണ് സാധാരണ വിളിക്കുന്ന പേര്, കോമൺ നെയിം ഇതാണ്, മീഥൈൽ ബ്രോമൈഡ്. IUPAC നിങ്ങൾക്കറിയാം, ബ്രോമോ മീഥെയിൻ. ബ്രോമോ മീഥെയിൻ രണ്ടെണ്ണം എടുത്തു. ഇതിങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. CH3Br രണ്ടെണ്ണം എടുത്തു. പിന്നെ 2 സോഡിയം, ഡ്രൈ ഈതറാണ് വേണ്ടത്. ഓക്കെ, നടക്കുന്ന റിയാക്ഷൻ നിങ്ങൾക്കറിയാം. ഈ സോഡിയത്തിൻ്റെ കൂടെ ഈ ബ്രോമിനും പോകും. അതായത് 2NaBr പുറത്തേക്ക് പോകും. ബാക്കിയുള്ളത് എന്താ? CH3യും ചേർന്നു. കണ്ടോ, ഈഥെയിൻ കിട്ടി. അപ്പൊ CH3Brൽ നിന്ന് നമുക്ക് ആൽക്കെയിൻ ഉണ്ടാക്കാം, അല്ലേ? സോഡിയം എന്ന് പറയുന്ന റിയേജന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോഡിയം ഇവിടുത്തെ സോഡിയമാണ് ഇൻ ഡ്രൈ ഈതർ. അപ്പോൾ CH3Brഉം സോഡിയവും പ്രവർത്തിച്ചു, നമുക്ക് ഈഥെയിൻ കിട്ടി. ഇതിങ്ങനെ എഴുതുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ചില ബുക്കിൽ 2CH3Br എന്ന് എഴുതിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. CH3Br ഉണ്ടോ? ഇങ്ങനെ എഴുതിയാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. 2CH3Br അല്ലേ? എന്നിട്ട് ആരോ മാർക്ക് കൊടുത്തു. ആരോ മാർക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് ഇടാം. ഓക്കെ, ഓക്കെ, 2CH3Br. ഇനി നമുക്ക് പ്രൊഡക്റ്റ് എഴുതാം. നോക്കൂ, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, നോക്കാം. 2CH3Br, ഈ ആരോ മാർക്കിൻ്റെ മേലെ നമ്മൾ സോഡിയം എന്ന് എഴുതാം. സോഡിയം, ആരോ മാർക്കിൻ്റെ മേലെ സോഡിയം എന്ന് എഴുതുക. നോക്കൂ, നിങ്ങൾ അവിടെ എഴുതിയാൽ മതി. ഇത് ശരിയാവുന്നില്ല, ഒറ്റ സെക്കൻഡ്. 2CH3Br, ആരോ മാർക്കിൻ്റെ മേലെ സോഡിയം എന്ന് എഴുതുക, താഴെ ഈതർ എന്ന് എഴുതുക. കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല, അല്ലേ? കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാണ്? ഈഥെയിനാണ്. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ പെട്ടെന്ന് നമുക്ക് റിയാക്ഷൻ എഴുതാൻ പറ്റും. CH3Br രണ്ടെണ്ണം ഇങ്ങനെ കാണിക്കുക. മറിച്ച് ഇങ്ങനെ കാണിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ശരിയാക്കാം നമുക്കത്. ഉണ്ടോ? കിട്ടുന്ന പ്രൊഡക്റ്റ് CH3 ആണ്. CH3 കിട്ടുന്ന പ്രൊഡക്റ്റ് CH3 ആണ്. CH3 പിന്നെ CH3. ഓക്കെ, ഇത് വായിക്കാം. കിട്ടുന്ന പ്രൊഡക്റ്റ് CH3. ഓക്കെ, ഈ CH3 നമുക്ക് ഇങ്ങനെയാക്കാം, ഈ CH3 നമുക്ക് ഇങ്ങനെയാക്കാം. ഓക്കെ, അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ഇതാണ്. ഇത് നോട്ട് ചെയ്യണം. നിങ്ങൾ എഴുതുമ്പോൾ ഇത് ശരിക്കും എഴുതണം കേട്ടോ. 2CH3Br അല്ലേ? ആരോ മാർക്കിൻ്റെ മേലെ നമുക്ക് സോഡിയം എന്ന് എഴുതാം. സോഡിയം, ആരോ മാർക്കിൻ്റെ മേലെ സോഡിയം. പിന്നെ ഈഥർ, സോഡിയം ഈഥർ എന്നെഴുതാം. ആരോ മാർക്ക് ഒന്ന് നീട്ടിയിടാം. ആരോ മാർക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി പ്രൊഡക്റ്റ് നിങ്ങൾ ഇവിടെ എഴുതണം കേട്ടോ. CH3 ഇവിടെ എഴുതാൻ പറ്റുമോ നോക്കട്ടെ. CH3 അല്ലേ? പ്രൊഡക്റ്റ് ഇവിടെ എഴുതാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്. ഇങ്ങനെ പരീക്ഷയ്ക്ക് വന്നാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം കാണിച്ച രീതിയാണ് നിങ്ങൾക്ക് ഒന്നുകൂടെ നല്ലത്. നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ കറക്റ്റായി. അപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ CH3Br പിന്നെ 2 സോഡിയം അല്ലേ? ഇങ്ങനെ കാണിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. മറിച്ച് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം. എന്തായാലും ആൽക്കൈൽ ഹാലൈഡ് മെറ്റാലിക് സോഡിയവുമായി പ്രവർത്തിച്ച് ആൽക്കെയിൻ കിട്ടും.
ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കെയിനാണ് കിട്ടുന്നത്. ഹയർ ആൽക്കെയിനാണ്. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് വുഡ്സ് റിയാക്ഷൻ. ഇവിടെ എഴുതിയിട്ടുണ്ട്. റിയാക്ട് വിത്ത് മെറ്റാലിക് സോഡിയം എന്ന് വേണമെങ്കിൽ എഴുതാം. റിയാക്ട് വിത്ത് മെറ്റാലിക് സോഡിയം ഒന്നുകൂടെ നന്നായിക്കോട്ടെ. മെറ്റാലിക് സോഡിയം അല്ലേ. ആൽക്കൈൽ ഹാലൈഡ്സ് ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ഗീവ്സ് ഹയർ ആൽക്കെയിൻസ് കണ്ടെയ്നിങ് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. വുഡ്സ് റിയാക്ഷൻ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ കണ്ടത്. ആൽക്കൈൽ ഹാലൈഡിന് ഒരു എക്സാമ്പിളാണ് CH3Br. ബ്രോമോ മീഥെയിൻ. ബ്രോമോ ഈഥെയിൻ ആവാം. ഈഥെയിൻ എങ്ങനെ എഴുതാം? CH3CH2. ബ്രോമോ പ്രൊപ്പെയിൻ ആവാം. നമുക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ എടുക്കാം. ഒരെണ്ണം പഠിച്ചാൽ പിന്നെ ബാക്കിയെല്ലാം ഇതുപോലെ എഴുതാം. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് കാണാം. ഡിഫറൻറ്റ് ആൽക്കൈൽ ഹാലൈഡ് ഉപയോഗിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഡിഫറൻറ്റ് ആൽക്കൈൽ ഹാലൈഡ് ഉപയോഗിച്ചാൽ വി ഗെറ്റ് എ മിക്സർ ഓഫ് ഹൈഡ്രോ കാർബൺസ്. നമുക്ക് ഒന്നിലധികം പ്രൊഡക്റ്റ് കിട്ടും. ഒരു എക്സാമ്പിൾ പറയാം. അയഡോ മീഥെയിനും അയഡോ ഈഥെയിനും ഉപയോഗിച്ചു എന്ന് കരുതുക. അയഡോ നേരത്തെ നമ്മൾ ബ്രോമിനായിരുന്നു ഉപയോഗിച്ചത്. ബ്രോമോ മീഥെയിൻ ഒന്ന് പേര് മാറ്റിയതാണ്, അയഡോ എന്നാക്കി മാറ്റിയതാണ്. വെൻ അയഡോ മീഥെയിൻ ആൻഡ് അയഡോ ഈഥെയിൻ ആർ സബ്ജക്റ്റഡ് ടു വുഡ് സിന്തസിസ് വി ഗെറ്റ് എ മിക്സർ ഓഫ് പ്രൊപ്പെയിൻ, ഈഥെയിൻ ആൻഡ് ബ്യൂട്ടെയിൻ. നമുക്ക് നോക്കാം. ഉണ്ടോ? CH3I എന്തായിരിക്കുന്നത് വായിക്കുക? അയഡോ മീഥെയിൻ. നേരത്തെ നമ്മൾ ബ്രോമിനായിരുന്നു, ബ്രോമോ മീഥെയിൻ. അങ്ങനെ എഴുതാട്ടോ. ബ്രോമിൻ കൊടുക്കാം. എക്സാമ്പിൾ ഇത് മാറ്റാൻ വേണ്ടി അയഡിൻ കൊടുത്താണ്. അയഡോ മീഥെയിൻ. ഇതെന്താണ്? അയഡോ ഈഥെയിൻ. പിന്നെ 2 സോഡിയം. ഇങ്ങനെ എഴുതുന്നതാണ് എളുപ്പം, നമുക്കറിയാം. അയോഡിൻ സോഡിയത്തിൻ്റെ കൂടെ പോയി. നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രൊഡക്റ്റ് CH3, CH2, CH3. പ്രൊപ്പെയിൻ ആണ് പ്രതീക്ഷിക്കുന്ന പ്രൊഡക്റ്റ്. പ്രൊപ്പെയിനിൽ 3 കാർബൺ ആറ്റമാണുള്ളത്. പ്രൊപ്പെയിൻ മാത്രമായിട്ട് നമുക്ക് കിട്ടില്ല. അതായത് ഒറ്റ നമ്പറുള്ള ആൽക്കെയിൻ മാത്രമായിട്ട് കിട്ടില്ല. ഈ റിയാക്ഷന് പ്രത്യേകത ഉണ്ട്. പ്രൊപ്പെയിൻ കിട്ടി. ഇനി എന്താ? CH3I 2 പ്രവർത്തിക്കും. CH3I 2 പ്രവർത്തിച്ചാൽ എന്ത് കിട്ടി? ഈഥെയിനാണ് കിട്ടുന്നത്. CH3CH2I 2 പ്രവർത്തിക്കും. ഉണ്ടോ? ഇതൊക്കെ വുഡ്സ് റിയാക്ഷനാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് CH3, CH2, CH2, CH3 ബ്യൂട്ടെയിനാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത 2 റിയാക്ഷൻ കൂടെ ഇവിടെ നടന്നു. നമ്മൾ വിചാരിച്ചത് CH3I, മറ്റൊന്ന് CH3CH2I, ഇത് 2 മാത്രമേ പ്രവർത്തിക്കൂ എന്നാണ് നമ്മൾ കരുതിയത്. അല്ല, ഇവിടെ CH3I 2 പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റ് കിട്ടി. CH3CH2I 2 പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 റിയാക്ഷനും കൂടെ നമ്മൾ മനസ്സിൽ കാണും. സോ വെൻ വി യൂസ് ഡിഫറൻറ്റ് ആൽക്കൈൽ ഹാലൈഡ്സ് വി ഗെറ്റ് എ മിക്സർ ഓഫ് ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ ഒറ്റ നമ്പറുള്ള ഹൈഡ്രോ കാർബൺസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആൽക്കെയിൻ ഉണ്ടാക്കാൻ വുഡ്സ് റിയാക്ഷനിൽ ബുദ്ധിമുട്ടാണ് അല്ലേ. വുഡ്സ് റിയാക്ഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ് കണ്ടെയ്നിങ് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. അതിന് പ്രത്യേകതയാണ്. വുഡ്സ് റിയാക്ഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ് കണ്ടെയ്നിങ് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. എഴുതണ്ടല്ലോ, വേണമെങ്കിൽ ഒന്ന് എഴുതാൻ നോക്കിക്കോളൂ. വുഡ്സ് റിയാക്ഷൻ ഈസ് സ്യൂട്ടബിൾ. വുഡ്സ് റിയാക്ഷൻ ഈസ് suitable for the preparation of alkanes having even number of carbon atoms. Wood's reaction is suitable for the preparation of alkanes having even number of carbon atoms. ഒറ്റ നമ്പറുള്ള ആൽക്കെയിൻസിനെ വുഡ്സ് റിയാക്ഷനിൽ അത് മാത്രമായി ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ പ്രൊപ്പെയിൻ മാത്രം കിട്ടുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ കൂടെ ഈഥെയിനും ബ്യൂട്ടെയിനും കിട്ടി. അപ്പോൾ വുഡ്സ് റിയാക്ഷൻ വളരെ എളുപ്പമാണ്. ആൽക്കൈൽ ഹാലൈഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. RX എന്നുള്ളതിന് പകരം നമുക്ക് CH3 കൊടുക്കാം, പിന്നെ CH3CH2 കൊടുക്കാം അല്ലേ. മീഥൈൽ ഗ്രൂപ്പ്, ഈഥൈൽ ഗ്രൂപ്പ്, പ്രൊപ്പൈൽ ഗ്രൂപ്പ്, ബ്യൂട്ടൈൽ ഗ്രൂപ്പ്, അങ്ങനെ പലതും കൊടുക്കാം. 1-2 ചെറിയ എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. ഒരെണ്ണം പഠിച്ചാൽ ബാക്കിയെല്ലാം ചെയ്യാവുന്നതാണ്. ഇതോടുകൂടി ആൽക്കെയിൻസിൻ്റെ പ്രിപ്പറേഷൻ തീർന്നു. ഒന്ന് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്, അതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. മറ്റൊന്ന് വുഡ്സ് റിയാക്ഷൻ. വുഡ്സ് റിയാക്ഷൻ വേണമെങ്കിൽ ഇങ്ങനെ ജനറലായിട്ട് എഴുതാം. RX ഇതാണല്ലോ നമ്മുടെ ഹാലോ ആൽക്കെയിൻ. RX, ഇതിനെ R-X അങ്ങനെ എഴുതാം. ഉണ്ടോ? ഈ X സോഡിയത്തിൻ്റെ കൂടെ പോയി. ബാക്കി എന്താ കിട്ടുക? R-ഉം R-ഉം ചേർന്നു ആൽക്കെയിനാണ്. ഈ R എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അതായത് CH3 കൊടുക്കാം, CH3CH2 കൊടുക്കാം,
ആ രീതിയിൽ നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാം. അതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റുകൾ മാറി മാറി കിട്ടും. ഓക്കെ, ഇവിടെ എഴുതിയതിലൊരു തെറ്റുണ്ട്. ഈ എക്സാമ്പിൾ നിങ്ങൾ നോക്കണ്ട. C2H5Cl ഇവിടെയും C2H5Cl ആണ് വേണ്ടത്. ഇവിടെ സോഡിയം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ തെറ്റെന്താണെന്ന് മനസ്സിലായോ? C2H5Cl എന്ന് പറഞ്ഞാൽ CH3CH2 ആണെങ്കിൽ ഇവിടെ താഴെ എഴുതാം. C2H5 എന്ന് പറഞ്ഞാൽ CH3CH2 ഇതാണ് ഉദ്ദേശിക്കുന്നത്. C2H5 എന്ന് പറഞ്ഞാൽ ഈഥൈൽ ഗ്രൂപ്പാണ്, അങ്ങനെ ചുരുക്കി എഴുതിയതാണ് CH3CH2. ഈ CH3CH2 ആണ് C2H5 എന്ന് എഴുതിയത്. അപ്പം C2H5Cl ഇവിടെയും C2H5Cl ആണ് വേണ്ടത്. ഇവിടെ തെറ്റി എഴുതിയതാണ്, 2NaCl എന്നാണ് എഴുതിയത്, തെറ്റാണ്. C2H5Cl എന്ന് ഇവിടെ എഴുതണം. ഇവിടെ സോഡിയം കറക്റ്റാണ്. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? 4 കാർബൺ ആറ്റമുള്ള ആൽക്കീൻ. ഏതാണ്? ബ്യൂട്ടൈൻ. ബ്യൂട്ടൈനെ നമുക്ക് CH3, CH2, CH2, CH3 എന്ന് എഴുതാം. ഇങ്ങനെ ചുരുക്കിയും എഴുതാം. അപ്പോൾ ഇങ്ങനെയൊക്കെ മാറ്റി തന്നാൽ നമുക്ക് തെറ്റരുത്. ഇവിടെ ഒരു തെറ്റുണ്ട്, അത് നിങ്ങൾ നോക്കണം. 2NaCl എന്നല്ല, അവിടെ എന്താ എഴുതേണ്ടത്? CH3CH2Cl, അതായത് C2H5Cl തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ തെറ്റി എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ബ്യൂട്ടൈനാണ്. അപ്പോൾ നമ്മൾ വുഡ്സ് റിയാക്ഷൻ പരിചയപ്പെട്ടു. പിന്നെ അൺസാച്ചുറേറ്റഡ് കാർബൺസിൽ നിന്നും ആൽക്കീൻ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് പരിചയപ്പെട്ടത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ബൈ.